ആമേൻ, ഹല്ലേലൂയ. കൈകൾ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ട് അവിടുത്തെ സാന്നിധ്യത്തെ നമുക്ക് വെൽക്കം ചെയ്യാം. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ സമയം തന്നെ ശക്തിയായും അഭിഷേകമായും ജ്ഞാനമായും ബലമായും ഇറങ്ങി വരണമേ. എൻ്റെ ആത്മാവ്, എൻ്റെ പ്രാണൻ, എൻ്റെ ശരീരം ഞാൻ പൂർണ്ണമായും പരിശുദ്ധാത്മാവിന് സമർപ്പിക്കുന്നു. എന്നോട് ഇന്ന് സംസാരിക്കണമേ, എന്നെ കഴുകണമേ, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കുകയാണ്. കർത്താവ് നിങ്ങളുടെ ആത്മാവും പ്രാണനും ശരീരവും ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുകയാണ്. അവിടുന്ന് നമ്മോട് സംസാരിക്കാൻ നമ്മുടെ കാതുകളെ നമുക്ക് കൂർപ്പിക്കാം. വളരെ ശ്രദ്ധയോടെ നമുക്കായിരിക്കാം. എല്ലാ ദൈവമക്കളെയും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്ന് ഈ സന്ദേശം ശ്രവിക്കുന്ന, ഈ ലൈവ് സർവീസിലായിരിക്കുന്ന, അല്ലാതെ ഈ വീഡിയോ വാച്ച് ചെയ്യുന്ന എല്ലാ ദൈവമക്കളെയും ഞാൻ യേശു കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. കർത്താവ് നമ്മെ ബലപ്പെടുത്തട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൽ ചേർന്ന് നിൽക്കുകയും ആ ക്രിസ്തു യേശുവിൽ രക്ഷിക്കപ്പെടുകയും ആ ക്രിസ്തു യേശുവിൽ വിശ്വസിക്കുകയും ആ യേശുവിനോട് കൂടെ ജീവിതം നയിക്കുകയും ചെയ്യുന്ന ഒരു ദൈവഭക്തൻ്റെ ജീവിതത്തിൽ 7 തരത്തിലുള്ള ബ്ലെസ്സിങ് ഉണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. 7 തരത്തിൽ മാത്രമുള്ള ബ്ലെസ്സിങ് അല്ല, എന്നാൽ പ്രധാനമായിട്ടുള്ള 7 തരത്തിലുള്ള ബ്ലെസ്സിങ് ഒരു ദൈവ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ട്. ദൈവമുള്ളവൻ്റെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ട ജീവിതമാണ്. ദൈവമുള്ളവൻ്റെ ജീവിതം പോക്കുവഴികളുള്ള ജീവിതമാണ്. ദൈവമുള്ളവൻ്റെ ജീവിതം പ്രശ്നങ്ങളുള്ള ജീവിതമാണ്. ദൈവമുള്ളവൻ്റെ ജീവിതം പ്രതികൂലങ്ങളുള്ള ജീവിതമാണ്. ദൈവമുള്ളവൻ്റെ ജീവിതം ആത്മയുദ്ധമുള്ള ജീവിതമാണ്. എന്നാൽ ചേർത്ത് വയ്ക്കട്ടെ, ദൈവമുള്ളവൻ്റെ ജീവിതം പോക്കുവഴിയുള്ള ജീവിതമാണ്. ദൈവമുള്ളവൻ്റെ ജീവിതം വിടുതലുകൾക്ക് സാധ്യതയുള്ള ജീവിതമാണ്. ദൈവമുള്ളവൻ്റെ ജീവിതം ആത്മീയ അഭിഷേകത്തോടുകൂടെ നയിക്കപ്പെടുന്നവൻ്റെ ജീവിതമാണ്. അതുകൊണ്ട് തന്നെ സകലത്തിൻ്റെ മേലും സകല നുകവും നമ്മുടെ കഴുത്തിൽ നിന്ന് നീങ്ങുവാനും എല്ലാ ഭാരങ്ങളെയും നമുക്ക് എടുത്തു മാറ്റുവാനും കഴിയത്തക്ക വണ്ണമുള്ള ഒരു ദൈവിക അധികാരത്തോടുകൂടെയാകുന്നു ക്രിസ്തുവിനോടുകൂടെ ജീവിക്കുന്ന ഒരു മനുഷ്യനെ ദൈവം പണിതെടുത്തിരിക്കുന്നത്, മാറ്റപ്പെടുത്തിയെടുത്തിരിക്കുന്നത്. തിരുവെഴുത്തിൽ ഇങ്ങനൊരു വാക്യം കാണാം: പഴയ തുരുത്തിയിൽ പുതിയ വീഞ്ഞ് പകരുമാറില്ല. പഴയ തുരുത്തിയിൽ പുതിയ വീഞ്ഞ് പകരുമാറില്ല. അങ്ങനെയാണെങ്കിൽ തുരുത്തി ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷെ പഴയതെന്തൊക്കെയോ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു മനുഷ്യനിൽ, പഴയതെന്തൊക്കെയോ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു മനുഷ്യനിൽ പുതിയതായി തയ്യാറാക്കിയ ഒരു എണ്ണ, പുതിയതായി തയ്യാറാക്കിയ ഒരു വീഞ്ഞ് പകരാൻ കഴിയാത്തതുപോലെ പഴമകൾ അതിലേക്ക് പ്രതിഫലിച്ച് നിൽക്കുന്നത് കൊണ്ട് ഉടയവൻ പറയുന്നു, പാത്രമൊന്ന് വൃത്തിയാക്കണം, പാത്രമൊന്ന് വൃത്തിയാക്കണം. നോക്കൂ, നമ്മളൊരു വർഷം മുന്നേ അല്ലെങ്കിൽ ഒരു 6 മാസം മുന്നേ ഒരു AI സംവിധാനം, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സംവിധാനം വരുന്നതിന് മുന്നേ നാം പല കാര്യങ്ങൾ ചെയ്തിരുന്നത് പോലെ അല്ല ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നപ്പോൾ നാം ചെയ്തത്. എന്തുകൊണ്ട് നമുക്കത് ചെയ്യാൻ സാധിക്കുന്നു എന്ന് ചോദിച്ചാൽ, എന്തൊക്കെയോ പഴമകളെ നമ്മിൽ നിന്ന് നീക്കി പുതുമയെ നാം സ്വീകരിച്ച് കൊണ്ടുവരാൻ നമ്മളൊരു സ്പേസ് കൊടുത്തു. നമ്മുടെ ഫോണിൽ നമ്മളൊരു സ്പേസ് കൊടുത്തു, നമ്മുടെ സിസ്റ്റത്തിൽ ഒരു സ്പേസ് കൊടുത്തു, നമ്മുടെ ബ്രെയിനിൽ നമ്മളൊരു സ്പേസ് കൊടുത്തു, നമ്മുടെ മനസ്സിൽ നമ്മളൊരു സ്പേസ് കൊടുത്തു. അതുകൊണ്ടാണ് നാം AI എന്ന സംവിധാനം നമ്മൾ ഇപ്പോൾ റിസീവ് ചെയ്തത്, അല്ലെങ്കിൽ അതിനെ നാം സ്വീകരിച്ചത്. അതുപോലെ ഇന്ന് ഈ മീറ്റിങ്ങിൽ ഇരിക്കുന്ന ചിലരോട് ദൈവാത്മാവ് പറയുന്നു, പഴയ കാര്യങ്ങൾ, പഴയ ചിന്തകൾ, പഴയ വിശ്വാസം, പഴയ ധാരണകൾ, പഴയ അനുഭവങ്ങൾ ഒക്കെ നിങ്ങളെ പുതുമയിലേക്ക് പോകാൻ തടയുന്നുണ്ടെങ്കിൽ, ഇന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു, ആ പഴമയുടെ കെട്ടൊന്ന് അഴിച്ചുവിടാൻ നിങ്ങൾ ഒന്ന് തിരിഞ്ഞു നോക്കിയേ പറ്റത്തുള്ളൂ. പഴമയുടെ കുടുക്ക് നിന്നെ പുറകിൽ നിന്ന് വലിക്കുന്നുണ്ടെങ്കിൽ, കഴിഞ്ഞ മാസം ഞാൻ കേട്ടു നടന്നില്ല, കഴിഞ്ഞ മാസം ഉപവസിച്ചു നടന്നില്ല, വീണ്ടും ഒരു പുതിയത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈവം പകരുമെന്നൊരു സന്ദേശം ആത്മാവ് കൈമാറുമ്പോൾ പഴയതിൻ്റെ ഓർമ്മകൾ നിങ്ങളെ പുറകിലേക്ക് വലിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് കുരുക്കൊന്ന് അഴിച്ചുവിട്ട് മുൻപോട്ട് കാലുവെക്കാൻ പരിശുദ്ധാത്മാവ് ചിലരെ ഓർമ്മിപ്പിക്കുകയാണ്. ദൈവമുള്ള മനുഷ്യന്റെ ജീവിതത്തിലെ 7 അനുഗ്രഹങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത്, അവൻ മേച്ചൽ കണ്ടെത്തിയിരിക്കും. മേച്ചൽ കണ്ടെത്തിയിരിക്കും, അല്ലെങ്കിൽ അവൻ ഭക്ഷണത്തിനുള്ള വഴി കണ്ടെത്തിയിരിക്കും. ഭക്ഷണം എന്ന് പറയുമ്പോൾ നിങ്ങൾ ജസ്റ്റ് നമ്മുടെ ശരീരത്തെ തൃപ്തിപ്പെടുത്തുന്ന ഫുഡായിട്ട് മാത്രം അതിനെ കാണണ്ട. ഞാൻ ഇങ്ങനൊരു വാക്കാണ് എനിക്കിഷ്ടം, മേച്ചൽ കണ്ടെത്തിയിരിക്കും.
ഇന്ന് നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന ഒരു സന്ദർഭമാണെങ്കിൽ, എവിടെ ജോലി ചെയ്യണമെന്നറിയാതെ നിൽക്കുന്ന ഒരു സന്ദർഭമാണെങ്കിൽ, ഏത് ചർച്ചിൽ പോകണം, ഏത് വിശ്വാസത്തിൽ നിൽക്കണം, ഏതാ ശരി, ഏതാ തെറ്റ്, ഏതാ ഒറിജിനല്, ഏതാ വ്യാജൻ എന്നുള്ളൊരു കൺഫ്യൂഷൻ സ്റ്റേജിൽ നിൽക്കുകയാണെങ്കിൽ, ചെയ്യണോ വേണ്ടായോ, പോണോ വേണ്ടായോ, തുടരണോ കളയണോ എന്നുള്ളൊരു ചിന്തയിൽ നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ, ലഭിക്കുമോ ഇല്ലയോ, അങ്ങനെ ഒരു കൺഫ്യൂഷൻ സ്റ്റേജിൽ നിൽക്കുകയാണെങ്കിൽ, ക്രിസ്തു ഉള്ള ഒരു മനുഷ്യനായി എന്നെ ഈ കേട്ടോണ്ടിരിക്കുന്ന എന്നുള്ളത് കൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മേച്ചൽ കണ്ടെത്തിയിരിക്കും. മേച്ചൽ കണ്ടെത്തുന്നതിനു മുന്നേ അവൻ നിങ്ങളുടെ ജീവിതത്തിൽ പുറത്തു കൊണ്ടുപോകത്തക്കവണ്ണം ഒരു വാതിൽ തുറന്നിരിക്കും. കമോൺ, കണക്ട് ആകണം. പുറത്തു ഒരു ആടിനെ സംബന്ധിച്ചാണ് ഇത് പറയുന്നതെങ്കിൽ, ആടിനോട് ഞാൻ പറയുകയാണ്, ആടെ നീ ഒരു മേച്ചൽ കണ്ടെത്തും. ഞാൻ ഇത് അവനോട് വിരൽ ചൂണ്ടി പറയുമ്പോൾ അവനെ ഇടയൻ കൂട്ടിനകത്തിട്ട് ലോക്കിട്ടിരിക്കുകയായിരിക്കും. കൂട്ടിൽ കിടക്കുന്ന ആടിനോട് ആടെ നീ മേച്ചൽ കണ്ടെത്തുമെന്ന് ഞാനൊരു ദൂത് പറഞ്ഞാൽ ആടെന്തോ ചിന്തിക്കും? നീ പറഞ്ഞ കാര്യമൊക്കെ നടക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, ഒന്നുപോയി വിശാലമായി മേയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ ആരെയും ഈ കൂടൊന്ന് തുറന്നു തന്നാലല്ലേ പറ്റത്തുള്ളൂ. ഒന്നുകിൽ ഇടയൻ അത് ചെയ്യണം, അല്ലെങ്കിൽ ദൂത് പറയുന്ന നീ അത് ചെയ്യണം. ഇതാട് എന്നോട് പറയും. പക്ഷേ ദൂത് പറഞ്ഞവൻ അറിയാം, കൂട് തുറക്കേണ്ട സമയത്ത് ഇടയൻ തുറക്കുമെന്നും അതിനകത്ത് നിന്ന് പേർ ചൊല്ലി വിളിച്ച് നിന്നെ മേച്ചലിനായി, ഭക്ഷണത്തിനായി നിന്നെ പുൽമേടുകളിലേക്ക് അയക്കുമെന്നും. ഇന്ന് ഈ മീറ്റിങ്ങിനകത്ത് എവിടെയോ ലോക്കായി കിടക്കുന്ന ദൈവമക്കൾ ഇതിനകത്തുണ്ട്. ഏതൊക്കെയോ ദൂതുകൾ കേട്ടിട്ടും ലോക്കായി കിടക്കുന്ന, ദൈവശബ്ദങ്ങൾ കേട്ടിട്ടും ലോക്കായി കിടക്കുന്ന, വ്യക്തിപരമായി പ്രാർത്ഥിച്ച് പ്രാപിച്ച് കൺഫേം ചെയ്ത ചില കാര്യങ്ങൾ പോലും ജീവിതത്തിൽ നടപ്പായി കാണാത്ത, എന്നാൽ അതിനാഗ്രഹമുള്ള, എന്നാൽ ആ കൂടൊന്ന് തുറക്കാൻ കഴിയാത്ത നിലയിൽ ബന്ധിക്കപ്പെട്ടും അടയ്ക്കപ്പെട്ടും കിടക്കുന്ന ചില ദൈവമക്കളോട്, ചില അഭിഷിക്ത ഗണത്തോട് പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്നെ ഒരു മേച്ചലിനായി ദൈവാത്മാവ് പുറത്തു കൊണ്ടുവരാൻ ടൈമായി. യോഹന്നാന്റെ സുവിശേഷം 10-ാമത്തെ അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യം മുതൽ 10-ാമത്തെ വാക്യം വരെ വായിക്കുമ്പോൾ, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ആട്ടിൻ തൊഴുത്തിൽ വാതിലൂടെ കടക്കാതെ വേറെ വഴിയായി കടക്കുന്നവൻ കള്ളനും കവർച്ചക്കാരനും ആകുന്നു. വാതിലൂടെ കടക്കുന്നവനോ ആടുകളുടെ ഇടയനാകുന്നു. ഒരു കാവൽക്കാരന് ശത്രു ആരാന്ന് ചോദിച്ചാൽ മൃഗവും ഉണ്ട്, മനുഷ്യനും ഉണ്ട്. ഒരാടിന് ശത്രു ആരാന്ന് ചോദിച്ചാൽ മനുഷ്യനും ഉണ്ട്, മൃഗവും ഉണ്ട്. ഒരാട് മനുഷ്യനെയും പേടിക്കണം, മൃഗത്തെയും പേടിക്കണം. ആകെ കൂടെ ഒരാശ്രയം കാവൽക്കാരനാണ്. ഒരു കാവൽക്കാരനും അതുപോലെ മനുഷ്യനെയും പേടിക്കണം, മൃഗത്തെയും പേടിക്കണം. ആകെ കൂടെ ഒരു ആശ്രയം അദ്ദേഹത്തിന്റെ കയ്യിലുള്ളൊരു വടിയാണ്. ഈ മീറ്റിംഗിൽ ഇരിക്കുന്ന ചിലരോട് ഞാൻ ആത്മാവിൽ പറഞ്ഞുകൊണ്ടിരിക്കുക, ഇന്ന് ചില സഭയുടെ ശുശ്രൂഷയിൽ ഇരിക്കുന്ന ദൈവദാസന്മാർ ഈ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, ആടുകളെ അറ്റാക്ക് ചെയ്യുന്ന ചില മൃഗങ്ങളും ചില മനുഷ്യരെയും ഒക്കെ നിങ്ങൾ പേടിക്കുന്നെങ്കിൽ, നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഒരു വടിയെ നിങ്ങൾ ഇന്നൊന്ന് സൂക്ഷിച്ചു നോക്കണം. നിങ്ങൾ നോക്കിയാൽ കാണാം, മോശയുടെ കയ്യിൽ ഇരുന്നത് പോലത്തെ ഒരു വടി, അഹരോന്റെ കയ്യിൽ ഇരുന്നത് പോലത്തെ ഒരു വടി. അത് കറക്റ്റ് എവിടെ ഇടണമെന്നും എങ്ങനെ ഇടണമെന്നും എവിടെ അടിക്കണമെന്നുമുള്ള ഒരു ഇൻസ്ട്രക്ഷൻ സ്വർഗത്തിൽ നിന്ന് നിങ്ങൾ കേൾക്കുന്നിടത്തോളം കാലം അത് നിങ്ങൾ ഭയപ്പെടേണ്ടതായ ഒരു വിഷയമേ അല്ല. ഹല്ലേലൂയ. തമ്പുരാൻ അറിയാം വടി എവിടെ എങ്ങനെ ഉപയോഗിക്കണം, എവിടെ ഏത് രീതിയിൽ ഇടണം, ഏതിനെ ചൂണ്ടണം, ഏതിനെ തല്ലണം, ഏതിനോട് കൽപ്പിക്കണം. ഇനി ഞാൻ ആടുകളിലേക്ക് വരാം. ആടുകളുടെ ഭയം കൂടുണ്ടെന്നുള്ളത് അതിനുള്ള ആകെ ഒരു ധൈര്യം. കൂടുണ്ട്, പിന്നെ പുറത്തൊരു കാവൽക്കാരനും ഉണ്ട്, ഇടയനും ഉണ്ട്. പക്ഷേ ദൈവത്തിന്റെ വചനം പറയുന്നു, കൂടുണ്ടെങ്കിലും ഇടയനുണ്ടെങ്കിലും കള്ളൻ വരാൻ സാധ്യതയുണ്ട്, കവർച്ചക്കാരൻ വരാൻ സാധ്യതയുണ്ട്. ഒന്ന് ശ്രദ്ധിച്ചേ, കെട്ടിയടയ്ക്കപ്പെട്ട ദൈവത്തിന്റെ തോട്ടമാകുന്ന സഭയും ഇതെപ്പോഴും ഓർത്തിരിക്കണം. കാവൽക്കാരനുണ്ട്, കാവൽ മതിലുമുണ്ട്, പക്ഷെ കള്ളൻ എപ്പോഴും എന്തെങ്കിലും കവരാനുള്ളിടത്തെ കയറി വരത്തുള്ളൂ. ഹല്ലേലൂയ.
കള്ളൻ എപ്പോഴും എന്തേലും എടുത്തോണ്ട് പോകാനും അത് വ്യാപാരം ചെയ്താൽ പ്രതിഫലമുള്ളതുമായ സാധനം കവരാനേ കള്ളം വരത്തുള്ളൂ. ആടിനെ എടുത്തോണ്ട് പോയാൽ നല്ല വ്യാപാര മൂല്യമുണ്ട്. അതുകൊണ്ട് കാവൽക്കാരൻ നിൽക്കുന്ന വഴിയെ വരത്തില്ല. പുറകെ ഊടുവാതിലിലൂടെ അല്ലെങ്കിൽ കൂട് തുരന്ന് മെല്ലെ ഒരാടിനെ എടുക്കത്തക്ക നിലയിൽ അവൻ തുരന്ന് മോഷ്ടിക്കാൻ വരുന്നു. എന്നാൽ ഇവിടെ കാവൽക്കാരൻ ജാഗരൂകനായി ഇരിക്കുന്നത് പോലെ തന്നെ ആടുകൾക്ക് ചില ഉത്തരവാദിത്വമുണ്ട്. എന്താണെന്നറിയാമോ? തന്നെ പരിപാലിക്കുന്നവന്റെ കരമല്ല തന്നെ സ്പർശിക്കുന്നത് എന്നുണ്ടെങ്കിൽ, തന്നോട് ദിവസവും പേർ ചൊല്ലി വിളിക്കുന്ന ഒരു ഇടയനല്ല, ഇടയന്റെ മണമല്ല ഞാൻ ഇപ്പോൾ അനുഭവിക്കുന്നത് എങ്കിൽ, ഇത് എൻ്റെ ഇടയനല്ല എൻ്റെ മേൽ കൈവെക്കുന്നത് എങ്കിൽ, ഇത് എന്നെ വളർത്താനല്ല എന്ന് തിരിച്ചറിയുന്നെങ്കിൽ, ഇത് എനിക്ക് പ്രയോജനത്തിനല്ല ഇവൻ എൻ്റെ അടുത്ത് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ, ഇവൻ കള്ളനാണ്, ഇവൻ നിയമരഹിതമായി ഈ കൂടിനകത്ത് കടന്നതാണ്, ഇവൻ വ്യാജനാണ്, ഇവൻ ആട്ടിടയന്റെ വേഷം കെട്ടിയവനാണ് എന്ന് തിരിച്ചറിയുന്നെങ്കിൽ, ഇതൊരു ദുഷ്ടശക്തിയാണെന്ന് തിരിച്ചറിയുന്നെങ്കിൽ, ഇതൊരു നീച ശക്തിയാണെന്ന് തിരിച്ചറിയുന്നെങ്കിൽ, ഇത് ഇടയന്റെ ശബ്ദമല്ല എന്ന് തിരിച്ചറിയുന്നെങ്കിൽ, ഇത് അഭിഷേകത്തിന്റെ ഒരു ശുശ്രൂഷ അല്ല എന്ന് തിരിച്ചറിയുന്നെങ്കിൽ, ഇത് ആത്മാവിന്റെ പ്രേരണ അല്ല എന്ന് തിരിച്ചറിയുന്നെങ്കിൽ, ആടുകൾക്കൊരു ഉത്തരവാദിത്വമുണ്ട്. ഇടയൻ കേൾക്കത്തക്ക നിലയിലൊന്ന് വായി തുറക്കണം. ആടുകൾക്കൊരു ഉത്തരവാദിത്വമുണ്ട്. ഇടയന്റെ കാതിൽ ശബ്ദം എത്തത്തക്കവണ്ണം ഒന്ന് നിലവിളിക്കണം. ആടുകൾക്കൊരു ഉത്തരവാദിത്വമുണ്ട്. ഒരുമിച്ച് ചേർന്ന് ഇടയനെ ഉണർത്തത്തക്ക നിലയിലൊന്ന് കമാൺ In the mighty name of Jesus. ഇന്ന് പ്രാർത്ഥിച്ച് കെട്ടിയടച്ച ചില തോട്ടത്തിനകത്ത് കയറിയ ഇരുട്ടിന്റെ വ്യാപാരങ്ങൾ, പ്രാർത്ഥിച്ചു ബന്ധിച്ച ചില തോട്ടത്തിനകത്ത് കയറിയ, പ്രാർത്ഥിച്ചു മുദ്രയിട്ട ചില വീടിനകത്ത് കയറിയ കള്ളനും കവർച്ചക്കാരനും എന്ന ഇരുട്ടിന്റെ വ്യാപാര ശക്തികളെ തകർത്തെറിയുവാൻ തക്കവണ്ണം ആത്മാവ് നാവിൽ നിറഞ്ഞ, അഭിഷേകം നാവിൽ നിറഞ്ഞ ചില ആടുകളോട് ദൈവാത്മാവ് പറയുന്നു, നിന്റെ വായ് വിസ്താരത്തിലേക്ക്. Oh mighty God, in the name of Jesus. Come on. ആരെയോ ഈ ദൂത് തൊടുന്നുണ്ട്. ഏതൊക്കെയോ ഭവനങ്ങളെ ദൈവത്തിന്റെ ആത്മാവ് സന്ദർശിക്കുന്നുണ്ട്. ചില ആടുകൾ ദൈവത്തെ വിളിച്ചതിന്റെ ഫലമായി, ചില ആടുകൾ സ്വർഗം മുട്ടെ ശബ്ദമുയർത്തിയതിന്റെ ഫലമായി, ചില ആടുകൾ ദൈവ സന്നിധിയിൽ ഉപവസിച്ചതിന്റെ ഫലമായി നിന്റെ കൂട് സന്ദർശിപ്പാൻ, നിന്റെ കിടപ്പാടം സന്ദർശിപ്പാൻ എന്റെ ദൈവം ഇറങ്ങുന്ന ഒരു മീറ്റിംഗ് ആണ്. ശബര മഹദ്വര ഗദജമന ഹർധനെ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, സഭയ്ക്കകത്ത്, ചർച്ചിനകത്ത് പാർട്ണർഷിപ്പ് ഉണ്ട്. ദൈവദാസന് മാത്രമല്ല റോള്, ദൈവ മക്കൾക്കും ദൈവം ചില ഉത്തരവാദിത്തങ്ങൾ നൽകിയിട്ടുണ്ട്. ഒരു സഭയാണോ, ഒരു ചർച്ചാണോ, ഒരു കൂട്ടായ്മയാണോ, ഒരു ഗ്യാതറിംഗ് ആണോ, ഒരു ഫെല്ലോഷിപ്പാണോ, അവിടെ ദൈവദാസന് കൊടുത്തിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ പോലെ തന്നെ ദൈവമക്കൾക്ക് ഉത്തരവാദിത്തങ്ങളുണ്ട്. ചില കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകേണ്ടത് നിങ്ങളാണ്, ചില കാര്യങ്ങൾ നടത്തേണ്ടത് ദൈവദാസനാണ്. ചില കാര്യങ്ങൾ നടത്തുവാൻ ആ മനുഷ്യനെ കൈത്താങ്ങേണ്ടത്, ഓർമ്മിപ്പിക്കേണ്ടത്, ഉത്സാഹിപ്പിക്കേണ്ടത് നിങ്ങളാണ്. അതൊരു ഓൺലൈൻ മീറ്റിംഗ് ആയിരിക്കാം, ഫിസിക്കൽ മീറ്റിംഗ് ആയിരിക്കാം, അതൊരു ഓൺലൈൻ ചർച്ച ആയിരിക്കാം, ഒരു ഫിസിക്കൽ ചർച്ച ആയിരിക്കാം. ആടുകൾ ഉറങ്ങിയിരുന്നാൽ പോലും അടുത്തു വന്ന് നിൽക്കുന്നതിൻ്റെ മണം പിടിക്കാൻ അറിയണമെങ്കിൽ ആടിന് ഇടയനുമായി ഒരു ബന്ധം ഉണ്ടാവണം. 2, ആടിന് ഇടയന്റെ ശബ്ദം കേട്ട് പരിചയം ഉണ്ടാവണം. ആടാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ആടിന് ഇടയന്റെ ശബ്ദം കേട്ട് പരിചയം ഉണ്ടാവണം. ഇവിടെ ആടുകൾ എന്ന് പറയുന്നത് നിങ്ങളും ഞാനും, ഇടയൻ എന്ന് പറയുന്നത് ക്രിസ്തുവും. ഈ മീറ്റിംഗിൽ ഇടയനെ നന്നായി അറിയാവുന്ന ആടാണ് നിങ്ങൾ. ദൈവത്തിൻ്റെ ശബ്ദവും സാമീപ്യവും വളരെ നന്നായി അറിയാവുന്ന ഒരു ആടാണ് നിങ്ങൾ. നിങ്ങൾ എന്ന വ്യക്തിയെ ദൈവം പാർപ്പിച്ചിരിക്കുന്ന തോട്ടമാകുന്ന നിങ്ങളുടെ ഭവനത്തിന് അസാധാരണമാകുന്ന ഒരു ദൈവിക കാവലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകിയിട്ടുണ്ട്. ആ ഭവനമാകട്ടെ, ആ ക്വാർട്ടേഴ്സ് ആകട്ടെ, ആ ഫ്ലാറ്റ് ആകട്ടെ, നിങ്ങളുടെ റൂമിനെ ചുറ്റി നിൽക്കുന്ന ഒരു സ്പെഷ്യൽ റേ,
അതിന് ചുറ്റുമുണ്ട്. അതിനെ കവരുന്ന ഒരു കള്ളനെ ദൈവം അനുവദിച്ചിട്ടുണ്ടെങ്കിൽ, ആ സുരക്ഷിതത്വത്തെ ഭേദിച്ചകത്ത് ഒരു ഇരുട്ടിന്റെ സ്വാധീനം കടന്നിട്ടുണ്ടെങ്കിൽ, അതൊരിക്കലും കാവൽക്കാരൻ ഉറങ്ങിയത് കൊണ്ടാണെന്ന് കരുതരുത്, ഇടയന് കാഴ്ചയില്ലാത്തതുകൊണ്ടാണെന്ന് കരുതരുത്, ഇടയൻ അറിയാതെയാണെന്നും കരുതരുത്. അകത്ത് കിടക്കുന്ന ആടിന് ജീവനുണ്ടോ എന്നും, അകത്ത് കിടക്കുന്ന ആടിന് പ്രതികരണശേഷി ഉണ്ടാകണമെന്നും കൂടെ അറിഞ്ഞിട്ട് തന്നെയാണ് ദൈവം ചിലത് നിങ്ങളുടെ വീട്ടിനകത്ത് അനുവദിച്ചിട്ടുണ്ടെങ്കിൽ അനുവദിച്ചേക്കുന്നത്. ഞാൻ ഇന്നലെ നിങ്ങളോട് ഇയ്യോബിന്റെ ജീവിതത്തെക്കുറിച്ച് പഠിപ്പിച്ചപ്പോൾ പറഞ്ഞു, സുരക്ഷിത വലയത്തെ ദൈവം ഒന്ന് താൽക്കാലികമായി ഒന്ന് മ്യൂട്ട് ചെയ്ത് നിർത്തിയത്, അല്ലെങ്കിൽ ഒന്ന് ഭേദിച്ച് തുറന്നു കൊടുത്തത്, സാത്താന് തന്റെ ജീവിതത്തിൽ കടക്കാനുള്ള അനുവാദം കൊടുത്തത് ഇയ്യോബ് എന്ന വ്യക്തിയെയും കുടുംബത്തെയും മറന്നിട്ടല്ല, പ്രത്യുത തന്നിലുള്ള വിശ്വാസത്തിനകത്ത് അടുത്ത ഒരു വേർഷൻ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നതുപോലെ ചില സമാധാനങ്ങൾ, ചില പ്രതിബന്ധങ്ങൾ, ചില പ്രതികൂലങ്ങൾ, ചില ചോദ്യങ്ങൾ നിങ്ങളുടെ ഭവനത്തിൽ, നിങ്ങളുടെ മുകളിൽ, നിങ്ങളുടെ തലയ്ക്ക് മുകളിലായി നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ, അതിൻ്റെ പിന്നിൽ നിന്റെ പ്രതികരണ ശേഷിയെ, നിന്റെ അഭിഷേകത്തെ, നിങ്ങളുടെ ആത്മാവിലെ ജീവിതത്തെ ഒന്ന് ഉണർത്തുക എന്ന ഉദ്ദേശത്തോടെയാണ്. ഒന്നാമത്തെ അനുഗ്രഹങ്ങളിൽ ഒന്ന് മേച്ചൽ കണ്ടെത്തും. ഈ ദൂത് ഇതുവരെ എത്തി. ഒന്നാമത്തെ കാര്യം പറഞ്ഞ് ഞാൻ നിർത്തുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കുക, നിങ്ങളെ ഒരു മേച്ചിൽ പുറത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഈ സംഭവ വികാസങ്ങൾ. അവൻ വാതിൽക്കാരന് തുറന്നു കൊടുക്കുന്നു, ആടുകൾ അവന്റെ ശബ്ദം കേൾക്കുന്നു. തൻ്റെ ആടുകളെ അവൻ പേർ ചൊല്ലി വിളിച്ചു പുറത്ത് കൊണ്ടുപോകുന്നു. പേർ ചൊല്ലി വിളിച്ചു പുറത്ത് കൊണ്ടുപോകുന്നു. മോനെ, അടയ്ക്കപ്പെട്ടിരിക്കുന്നിടത്ത് കിടന്ന് നിനക്ക് വയറ് നിറയത്തില്ലെന്ന് കാവൽക്കാരൻ അറിയാം, ആട്ടിടയൻ അറിയാം. നീ അടയ്ക്കപ്പെട്ടിരിക്കുന്ന ഒരിടത്ത്, നിങ്ങൾ അടയ്ക്കപ്പെട്ടിരിക്കുന്ന ഒരിടത്ത്, നിങ്ങൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ഒരിടത്ത്, നിങ്ങളുടെ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരിടത്ത്, നിങ്ങളുടെ സമാധാനം നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരിടത്ത്, ഇരുട്ടുമുറിക്കകത്ത് കിടക്കുന്ന നിങ്ങളുടെ അടുത്ത് വന്ന് നക്ഷത്രങ്ങളുടെ കഥ പറഞ്ഞാലും, വെളിച്ചത്തിന്റെ കഥ പറഞ്ഞാലും, ഭക്ഷണത്തിന്റെ കഥകൾ പറഞ്ഞാലും, സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞാലും നിങ്ങൾക്ക് വയറ് നിറയത്തില്ല എന്ന് കഥ പറയുന്നവൻ അറിയാം. ഭക്ഷണത്തിന്റെ കഥ പറയുന്നതിന് പകരം അടയ്ക്കപ്പെട്ടിരിക്കുന്ന കൂട് തുറന്ന് മേച്ചൽ പുറത്തേക്ക് കൊണ്ടുപോയിട്ട് പറയുന്നതാ നല്ലതെന്ന് ഇടയൻ അറിയാം. കാരണം കേൾക്കുന്നത് കഴിച്ചോണ്ടേയിരിക്കും. ഇരുട്ടുകൂടിനകത്ത് കിടക്കുന്നിടത്തുനിന്ന് പുറത്തിറക്കി ഇതാണ് വെളിച്ചം എന്ന് കാണിച്ചു പറയുന്നതാണ് നല്ലതെന്ന് ഇടയൻ അറിയാം. കാരണം ഇരുട്ട് മാത്രം കണ്ട് ശീലിച്ചവന് വെളിച്ചത്തിന്റെ നിറം അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഇതാണ് വെളിച്ചം എന്ന് പറയുന്നതാണ് നല്ലതെന്ന് ഇടയൻ അറിയാം. ഇന്ന് നിങ്ങളും ആ കൂടിനകത്ത്, ആ സ്വാതന്ത്ര്യമില്ലായ്മയ്ക്കകത്ത്, ആ അസ്വസ്ഥതയ്ക്കകത്ത്, അസമാധാനത്തിനകത്ത് കിടക്കുമ്പോ ഈ ദൂതിനകത്ത് ഒരു മർമ്മമുണ്ട്. എന്താന്ന് ചോദിച്ചാൽ, ആ കൂട്ടിനകത്ത് കിടന്ന്, ആ സ്വാതന്ത്ര്യമില്ലായ്മയ്ക്കകത്ത് കിടന്ന്, ആ അതിരിനകത്ത് കിടന്ന് നിങ്ങൾ ഈ ദൂത് കേട്ടോണ്ട് കിടന്നോ എന്നുള്ളതല്ല ഈ ദൂതിന്റെ അർത്ഥം. നിന്റെ കൂട് പൊളിയാൻ പോകുന്നു എന്നുള്ളൊരു സദ്വർത്തമാനം, നിന്റെ കൂട് പൊളിയാൻ പോകുന്നു എന്നുള്ള, നിന്റെ ബൗണ്ടറി പൊളിയാൻ പോകുന്നു എന്നുള്ളൊരു സദ്വർത്തമാനം നിന്നെ കേൾപ്പിച്ചു പുറത്തു കൊണ്ടുപോകാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. പത്രോസ് കാരാഗ്രഹത്തിനകത്ത് അപ്പോസ്തല പ്രവൃത്തികളിൽ 2-ാമത്തെ അധ്യായത്തിൽ അടയ്ക്കപ്പെട്ടിരുന്നപ്പോ, അപ്പോസ്തല പ്രവൃത്തികളിൽ അടയ്ക്കപ്പെട്ടിരുന്നപ്പോ ആദ്യം അറയ്ക്കകത്ത് ശബ്ദമെത്തിയത് പ്രകാശത്തോടെയാണ്. അറയ്ക്കകത്ത് വെളിച്ചം മിന്നി എന്ന് അവിടെ ബൈബിളിൽ പറഞ്ഞേക്കുന്നത്. അറയ്ക്കകത്ത് വെളിച്ചം മിന്നി. മോനെ, കേൾക്കുന്ന ശബ്ദം മാനുഷികമല്ലാത്തോണ്ട് പറയുന്നതാ. നിങ്ങൾ ആ ഇരുട്ടറയ്ക്കകത്ത്, ആ തടവറയ്ക്കകത്ത് കിടക്കുമ്പോ സ്വാതന്ത്ര്യത്തിന്റെ ഒരു കണിക പോലും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ ഇല്ലാതെ കിടക്കുമ്പോ ഈ ശബ്ദം ഒരു മാനുഷിക ശബ്ദമായിട്ടല്ല ആ ഇരുട്ട് കാരാഗ്രഹത്തിനകത്ത് എന്ന പോലെ വന്നിറങ്ങുന്നത്. ഈ ശബ്ദം അവിടെ ഒരു വെളിച്ചമാ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ വെളിച്ചത്തിൽ വേണം പത്രോസ് എഴുന്നേൽക്കാൻ, ഈ വെളിച്ചത്തിൽ വേണം അവൻ ചെരുപ്പിടാൻ, ഈ വെളിച്ചത്തിൽ വേണം അവൻ അരമുറുക്കാൻ, ഈ വെളിച്ചത്തിൽ വേണം അവൻ പൊക്കണമെടുക്കാൻ, ഈ വെളിച്ചത്തിൽ വേണം അവൻ ദൂതനോടുകൂടെ
ഇന്ന് ആത്മാവിൽ ഞാൻ ദൂത് പറയുക, നീ ദൂതന്മാരോടുകൂടെ സന്ദർശിക്കണമെങ്കിലും, നീ ദൈവാത്മാവിനോടുകൂടെ സന്ദർശിക്കണമെങ്കിലും, നിങ്ങൾ ഒരു സൂപ്പർ നാച്ചുറൽ വേയിലേക്ക് നിങ്ങൾ തിരിയണമെങ്കിലും, നിങ്ങളുടെ ലൈഫിൽ ഒരു ഓപ്പറേഷൻ നടക്കണമെങ്കിലും, നിന്റെ ജീവിതത്തിൽ ആദ്യം വേണ്ടത് വെളിച്ചമാ. ഇന്ന് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇരുട്ടിന്റെ സകല വ്യാപാരങ്ങളും അത് മൂടിയിരിക്കുന്നിടത്തു നിന്ന് ഞാൻ ക്യാൻസൽ ചെയ്യുകയാണ്. In the name of Jesus. ആ ഇരുട്ട് മാറണം, ഇരുട്ട് മാറണം, ഇരുട്ട് മാറണം. തനിക്കുള്ളവയൊക്കെയും പുറത്തു കൊണ്ടുപോയ ശേഷം അവൻ അവയ്ക്ക് മുമ്പായി നടക്കുന്നു. ആടുകൾ അവന്റെ ശബ്ദമറിഞ്ഞ് അവനെ അനുഗമിക്കുന്നു. ഒന്ന് ശ്രദ്ധിക്കണം, എല്ലാ ശബ്ദവും നിന്നെ കറക്റ്റ് ഡെസ്റ്റിനിയിലേക്ക് കൊണ്ടുപോകുന്നതല്ല. എല്ലാ സ്വപ്നങ്ങളും നമ്മൾ കണ്ട സ്വപ്നങ്ങളുടെ തുടർച്ചകളല്ല. എല്ലാ സ്വപ്നങ്ങളും ആശ്വാസം നൽകുന്നതല്ല. എല്ലാ ഉപദേശങ്ങളും നേർവഴി കാണിക്കുന്നതല്ല. എല്ലാ ചികിത്സകളും ഫലം കാണുന്നതല്ല. പക്ഷേ നിങ്ങളെ അറിയാവുന്ന, നിങ്ങൾക്ക് പേരിട്ട, നിങ്ങളെ പരിപാലിക്കുന്ന, നിങ്ങളെ ഇതുവരെ വളർത്തിയ വ്യക്തിക്കറിയാം നിന്നെ എങ്ങനെ എവിടെ കൊണ്ടുപോകണമെന്ന്. അതുകൊണ്ട് ബൈബിൾ പറഞ്ഞേക്കുന്നത് അനുഗമിക്കുന്നു, അനുഗമിക്കുന്നു. ഹേയ് സുഹൃത്തെ, യാത്രകൾ ബ്ലോക്കായി നിൽക്കുവാണോ? ഒരു ദൈവശബ്ദത്തെ അനുഗമിച്ച് ഇപ്പോൾ ദൈവശബ്ദം മുറിഞ്ഞു നിൽക്കുന്ന, ആശിച്ച തുറമുഖത്തേക്ക് എത്താൻ കഴിയാതെ വഴി അടഞ്ഞതുപോലെ പിന്നൊരു ശബ്ദം കേൾക്കാതെ, പഴയ നിയമം മലാക്കിയിൽ ഒരു 400 വർഷം പിന്നെ ദൈവശബ്ദം കേൾക്കാതെ ഒരു ഇരുണ്ട കാലഘട്ടം ഉണ്ടായിരുന്നത് പോലെ ഒരു ഇരുണ്ട കാലഘട്ടത്തിൽ നിന്നാണ് ഈ ദൈവശബ്ദം നിങ്ങൾ കേൾക്കുന്നതെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ഈ പ്രതിസന്ധി നിന്നെ തകർക്കാനല്ല, നിങ്ങളുടെ അകത്തുള്ള ക്രിസ്തുവിൻ്റെ ജീവനെ ഒന്നുണർത്താൻ ദൈവം കണ്ടത് ഇങ്ങനെയാണ്. നിങ്ങളുടെ അകത്തുള്ള അഭിഷേകത്തെ ഒന്ന് ജ്വലിപ്പിക്കാൻ ഈ ഇരുണ്ട കാലഘട്ടത്തിൽ ദൈവത്തിന് പദ്ധതിയുണ്ട്. നിങ്ങളുടെ അകത്തുള്ള ആ ദൈവിക വാസനയെ ഒന്ന് നവീകരിച്ചു പുറത്തു കൊണ്ടുവരാൻ ഈ ഇരുണ്ട കാലഘട്ടത്തിൽ ദൈവത്തിന് പദ്ധതിയുണ്ട്. അനുഗമിക്കുന്നു, അനുഗമിക്കുന്നു. ഒരു കൂട് പൊളിഞ്ഞാലേ ഒരു യാത്രയുള്ളൂ. ഇതൊരു ദൂതാണ്, ഇതൊരു പ്രവചനമാണ്. ഒരു കൂട് പൊളിഞ്ഞാലേ യാത്രയുള്ളൂ. നമ്മളൊരു വീട്ടിലൊരു പട്ടിയെ വളർത്തുന്നു. ആ പട്ടിയെ നമ്മൾ കൂടും ഉണ്ടാക്കി കൂട്ടിനകത്തിട്ട് തീറ്റ കൊടുത്തോണ്ടിരുന്നാൽ അത് തിന്ന് 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 വീർക്കാം എന്നുള്ളതല്ലാതെ അതിന് പ്രത്യേകിച്ച് ഒരു മാനസിക സന്തോഷം അതിനുണ്ടാകാൻ പോണില്ല. നമ്മളെ കാണുമ്പോൾ ഒന്ന് വാലാട്ടും, ഞാൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിയാൻ ഒന്ന് കുരയ്ക്കും. അതിനപ്പുറം അതിൻ്റെ റിയലായിട്ടുള്ള ആക്ടിവിറ്റീസ് കാണണമെന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ച് കേൾക്ക് കേട്ടോ, അതിനെ ഒന്ന് കൂടഴിച്ചു വിടണം. ഞാനിവിടെ ഒരു പശുക്കുഞ്ഞിനെ, കന്നുകുട്ടിയെ ഞാൻ കൊണ്ടിവിടെ കെട്ടിയാൽ ഞാൻ അതിന് തീറ്റയും പിണ്ണാക്കും ഒക്കെ കൊടുക്കുമ്പോൾ അത് വീർത്ത് 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 വരുമെന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് പിന്നെ ഇടയ്ക്കിടയ്ക്ക് വിശക്കുമ്പോൾ അമ്മ എന്നും വിളിച്ച് കാണിക്കുമെന്നല്ലാതെ അതിൻ്റെ ആക്ടിവിറ്റീസ് എന്താണെന്ന് അറിയണമെങ്കിൽ ഇവനെ ഞാനൊന്ന് തൊടിയിലോട്ട് തുറന്നു വിടണം. അവ മാന് തുള്ളുന്നത്, പശുക്കിടാങ്ങൾ തുള്ളിച്ചാടുന്നത് പോലെ എന്ന് നമ്മൾ മലാക്കി പ്രവചനത്തിൽ വായിക്കുന്നത് പോലെ അവൻ്റെ സന്തോഷവും അവൻ്റെ ആക്ടിവിറ്റീസും അവൻ്റെ കഴിവുകൾ ഉയർന്ന സ്ഥലങ്ങളിലുള്ള ഇലകൾ അവൻ കടിച്ചു വലിക്കുന്നു, അവൻ വാഴയില കടിച്ചു താഴേക്ക് വലിക്കുന്നു, അവൻ എവിടെയെങ്കിലും ചാടി കയറി നിന്ന് അവൻ കഴിക്കുന്നു. ഈ നിലയിലുള്ള ആക്ടിവിറ്റീസ് കാണണമെങ്കിൽ കയറി കെട്ടിയിട്ടിട്ട് കാര്യമില്ല. എനിക്ക് വ്യക്തമായിട്ട് അറിയാം, ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം ഇത് ചിലരുടെ ജീവിതമാണ്. ഈ കയറെന്ന് പറയുന്നത് പോലെ കയറി കെട്ടി
കൂട്ടിയിട്ടേക്കുന്ന ചിലതിൻ്റെ മേൽ നിന്ന്, ഞാൻ ഈ തടവറ എന്ന് പറയുമ്പോൾ അങ്ങനെ തന്നെ തടവറയ്ക്കകത്ത് കിടക്കുന്ന അനുഭവങ്ങൾക്കകത്ത് നിന്ന്, ഇരുളെന്ന് പറയുമ്പോൾ ഇരുട്ടിനകത്ത് കിടക്കുന്ന അനുഭവത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് ഈ സന്ദേശത്തിനകത്ത് ചിലരെ ഡെലിവറി ചെയ്യുകയാണ്. ഇത് കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ റിയൽ ആയിട്ടുള്ള കഴിവുകൾ എന്താണെന്ന് അറിയണമെങ്കിൽ നിന്റെ കെട്ടൊന്ന് അഴിഞ്ഞാലേ പറ്റത്തുള്ളൂ എന്ന് കാവൽക്കാരൻ അറിയുന്നത് കൊണ്ട്, ഇത് നിങ്ങൾ കേട്ടോണ്ടിരിക്കുമ്പോൾ തടവറ പൊളിഞ്ഞാലേ നിനക്ക് എത്ര ദൂരം ഓടാനും കടന്നു ചെല്ലാനും കഴിയാം എന്ന് ദൈവം അറിയുന്നത് കൊണ്ട്, ഇരുട്ടൊന്ന് മാറിയാലേ നിനക്ക് പ്രകാശത്തോടെ മുൻപോട്ട് പോകാൻ കഴിയൂ എന്ന് അറിയുന്നത് കൊണ്ട്, കൂട്ടിലിട്ട് വളർത്തുന്നത് പോലെ ബന്ധിച്ചിട്ടിരുന്ന അനുഭവത്തിൽ നിന്ന്, കയറിൽ കെട്ടി ഒരു കുറ്റിയടിച്ചിട്ടിരുന്നത് പോലത്തെ അനുഭവത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് ചില കയറുകളെ അഴിച്ച് കൃപയുള്ളതിനെ, അഭിഷേകമുള്ളതിനെ, വിളിയുള്ളതിനെ, തെരഞ്ഞെടുപ്പുള്ളതിനെ ഇന്ന് സ്വതന്ത്രമാക്കട്ടെ. എനിക്കറിയാം ഈ സൂമിലാണേലും യൂട്യൂബിലാണേലും അതുപോലെ കൊതിയുള്ള, അതുപോലെ വിടുവിക്കപ്പെടാൻ കൊതിയോടിരിക്കുന്ന ചില ദൈവമക്കളുണ്ട്. ഹല്ലേലൂയ. അതുപോലെ കൊതിയുള്ള ചില ദൈവമക്കൾ എനിക്കറിയാം. അതുകൊണ്ട് തമ്പുരാൻ ഈ ഒരു വേർഡ് എടുക്കുമ്പോൾ ഈ നിലകളിൽ ഇതിനെ കർത്താവ് തിരിക്കുന്നതെന്ന് എനിക്കറിയാം. ഹല്ലേലൂയ. അപ്പൊ അനുഗമിക്കുന്നു, അനുഗമിക്കുന്നു. കാര്യം എന്താ? ഇടയനെ അനുഗമിക്കാൻ കാര്യം എന്താ? കള്ളം വന്ന് പുറകിൽ വലിക്കാത്തോണ്ടാ. മനസ്സിലായോ? ഇപ്പൊ എനിക്ക് 10 ആടുകളുണ്ട്. ഞാൻ ഓരോന്നിനെ പേര് ചൊല്ലി കൂട്ടിന്ന് വിളിച്ച് പുറത്തിറക്കി, എന്നിട്ട് ഞാൻ വടിയും കൊണ്ട് മുന്നേ പോവാ. എന്റെ വിചാരം എന്താ? 10 ആടുകളും ബാ 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 എന്ന് പറയുമ്പോൾ എന്റെ പുറകെ വരുന്നു എന്റെ വിചാരം. പക്ഷെ ഒരെണ്ണത്തിന്റെ വാലി പിടിച്ച് പുറകിലോട്ട് വലിച്ചാലോ 9 കാണുള്ളൂ. കാര്യം എന്താ? ഒരുത്തം പുറകിൽ നിന്ന് വലിക്കാനുണ്ട്. ഞാൻ 10 ആടിനെ വിട്ടു എന്ന് പറഞ്ഞു, 9 ഞാൻ അഴിച്ചു വിട്ടുള്ളൂ. എന്നിട്ട് 10ന്റെ പേര് വിളിച്ച് ബാബാ എല്ലാവരും കൂടെ വാ എന്ന് പറഞ്ഞ് ഞാൻ മുമ്പോട്ട് പോവാ. ഒരാൾ മാത്രം കാണാനില്ല. കാര്യം എന്താ? ഒരുത്തൻ കയറി കെട്ടി അവിടെ കിടക്കുന്നിടത്ത് തന്നെ കിടക്കുക, വിടുതൽ പ്രാപിച്ചില്ല. കാര്യം എന്താ? അവന്റെ കയറ അവന് തടസ്സം. അവന് വരാൻ താല്പര്യം ഇല്ലാത്തോണ്ടല്ല. മനസ്സിലായോ? അവന് അനുഗമിക്കാൻ താല്പര്യം ഇല്ലാത്തോണ്ടല്ല, അവന്റെ കയറ അവന്റെ തടസ്സം, അവന്റെ കൂട അവന്റെ തടസ്സം, അവന്റെ വീട് അവന് തടസ്സം, പൂട്ട അവന് തടസ്സം, ഇരുട്ട അവന് തടസ്സം, വഴി അറിയാത്തതാ തടസ്സം. ഇന്ന് അത് കണ്ടറിഞ്ഞ് സ്വർഗം ഇന്ന് എന്തൊക്കെയോ വഴി തടസ്സമുള്ളതിനെ വെട്ടിമാറ്റി, കൂട് തടസ്സമുള്ളതിനെ തുറന്ന്, പൂട്ട് തടസ്സമുള്ളതിനെ താമരവാതിലുകളെ തകർത്ത്, ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ച് ഇന്ന് വഴിയും വാതിലും വിശാലമായി തുറക്കുന്ന ഒരു ആത്മ മണ്ഡലം ഇതിനകത്ത് ഓപ്പണായി നിൽക്കുന്നു. ഞാനിത് പറയുമ്പോൾ തന്നെ വിടുതലുകൾ ചലിച്ചു തുടങ്ങുന്നു. ചില ദൈവമക്കളെ അത് സ്വതന്ത്രമാക്കുകയാ, ചില ദൈവമക്കളെ അത് സ്പർശിക്കുകയാ. എന്തുകൊണ്ട് നിനക്ക് അനുഗമിക്കാൻ കഴിയുന്നില്ല? ചിലർ വന്നിട്ട് പറയും, യോബിനോട് പറഞ്ഞതുപോലെ, നിനക്ക് വിശ്വാസം ഇല്ലാത്തോണ്ടാടാ, നിനക്ക് പ്രാർത്ഥന ഇല്ലാത്തോണ്ടാടാ, നിനക്ക് കഴിവില്ലാത്തോണ്ടാടാ, നീ പരിശ്രമിക്കാത്തോണ്ടാടാ. ആട് അനുഗമിച്ചതിന്റെ കാരണം കൂട് തുറന്നതാ. കൂടിനകത്ത് ആടിനെ ഇട്ടിട്ട് ഇടയൻ എവിടെയെല്ലാം പോയി. ഈ ആട് കൂടെ പോയോ? പോയില്ല. പക്ഷെ കൂട് തുറന്നപ്പോ ആടനുഗമിച്ചു. ഞാനൊരു ദൂത് പറയാം. ഞാനൊരു ദൈവത്തിന്റെ അരുളപ്പാട് പറയാം. ഇതാട് ഇടയൻ അവിടെ ഒരു ഭാഗത്ത് നിൽക്കട്ടെ. ഇതുപോലെയാണ് എന്നിലേക്കും നിങ്ങളിലേക്കും അനുഗമിച്ചു വരേണ്ട വിടുതലുകളാണേലും അനുഗ്രഹങ്ങളാണേലും അഭിവൃദ്ധിയാണേലും പ്രാർത്ഥനയുടെ മറുപടിയാണേലും നന്മകളാണേലും അവസരങ്ങളാണേലും സന്തോഷാണേലും ജനങ്ങളാണേലും കൃപകളാണേലും വരങ്ങളാണേലും മുന്നേറാനുള്ള വഴികളാണേലും അഡ്വൈസുകൾ എന്ത് നമ്മിലേക്ക് വരണമെങ്കിലും ഇതേ ഓപ്പറേഷൻ, ഇതേ ആക്ടിവിറ്റി അവിടെ നടക്കണം. മനസ്സിലായോ? പ്രാർത്ഥിക്കാഞ്ഞിട്ടല്ല, പക്ഷെ ചിലതൊക്കെ തടയപ്പെടുന്നു. ഉപവാസം ഇല്ലാഞ്ഞിട്ടല്ല, പക്ഷെ ചിലതൊക്കെ കെട്ടിക്കിടക്കുന്നു.
താല്പര്യമില്ലാഞ്ഞിട്ടല്ല അനുഗമിക്കുക, എന്നിലേക്ക് വരാൻ താല്പര്യമില്ലാഞ്ഞിട്ടല്ല. പക്ഷെ എവിടെയൊക്കെയോ ചില പ്രഭുത്വ ശക്തികൾ തടയുന്നു. ആമേൻ, 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 ആമേൻ. വെളിച്ചത്തിലേക്ക് വരാൻ താല്പര്യമില്ലാഞ്ഞിട്ടല്ല, പക്ഷെ ഇരുട്ടുകൊണ്ട് മറയ്ക്കുന്നു. എൻ്റെ ശബ്ദം നിങ്ങളിലേക്ക് എനിക്ക് തരാൻ താല്പര്യമില്ലാഞ്ഞിട്ടല്ല. പക്ഷേ ഞാനിത് അടച്ചു വെച്ചാൽ നിങ്ങളിലേക്ക് കേൾക്കാൻ കഴിയാത്തതുപോലെ എന്തോ ചിലത് വന്ന് മൂടുന്നു. ഇത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ ആ നന്മകളെ തടയുന്ന, ഉയർച്ചകളെ തടയുന്ന, അഭിവൃദ്ധിയെ തടയുന്ന, സാമ്പത്തിക വളർച്ചയെ തടയുന്ന, വിടുതലുകളെ തടയുന്ന, മുന്നേറ്റത്തെ തടയുന്ന, പ്രയാണങ്ങളെ തടയുന്ന, അനുഗമിച്ച് അടുത്തു വരാത്തവരെ വണ്ണം വേലികെട്ടി മറയ്ക്കുന്ന, ഇരുട്ടുകൊണ്ട് മൂടുന്ന സകല തിന്മയുടെ വ്യാപാരത്തെയും യേശുവിന്റെ നാമത്തിൽ തകർക്കുന്നു. എനിക്കറിയാം അവിടെ ദൈവശക്തി ചലിക്കുന്നുണ്ട്, അവിടെ പരിശുദ്ധാത്മാവ് ഇറങ്ങുന്നുണ്ട്, അവിടെ നിന്റെ കർത്താവ് തൊടുന്നുണ്ട്. എനിക്ക് വ്യക്തമായിട്ട് അറിയാം. യേശുവിന്റെ നാമത്തിൽ ഞാനും ആ ദൈവിക വിടുതൽ സ്വീകരിക്കുന്നു. അത് ഡിക്ലെയർ ചെയ്യും. എല്ലാ മറകളും മാറട്ടെ, എല്ലാ തിന്മയുടെ വ്യാപാരവും മാറട്ടെ, എല്ലാ മറകൾ മാറട്ടെ, എല്ലാ ദിക്കടച്ചു നിൽക്കുന്ന സകല ദുഷ്ടശക്തികൾ അനുഗമിച്ച് ഞങ്ങളിലേക്ക് കടന്നു വരേണ്ട നന്മകൾ ഞങ്ങളുടെ അടുത്ത് വരാതെ, ഉയർച്ചകൾ അടുത്ത് വരാതെ, അവസരങ്ങൾ അടുത്ത് വരാതെ, പ്രാർത്ഥനയുടെ മറുപടികൾ അടുത്ത് വരാതെ തടയിടുന്ന മാനുഷികവും സാത്താനികവുമാകുന്ന സകല തടസ്സങ്ങളും തടവറകളും യേശുവിന്റെ നാമത്തിൽ ബ്രേക്ക് ചെയ്യുന്നു. ഇന്ന് എനിക്ക് ഈ മെസ്സേജ് പൂർത്തിയാക്കാൻ കഴിയുന്ന ഒരു വിശ്വാസവും ഇല്ല. നോ, ഞാൻ ഒന്നാമത്തെ പോയിന്റിൽ തന്നെ നിൽക്കുക. 6 പോയിന്റ് കിടക്കുക. ഞാൻ പറയത്തില്ല എനിക്ക് 6 പോയിന്റ് തീർക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ഞാൻ ഇതിന്റെ കണ്ടിന്യൂഷൻ നാളെ എടുത്തോളാം. പക്ഷെ എന്നാലെങ്കിലും ഇന്നൊരു വിടുതൽ ഇതിനകത്ത് നടന്നാൽ മതി. യേശുവിന്റെ നാമത്തിൽ. ആ ഇടയന്റെ ആഗ്രഹം എന്താ? കൂട് തുറന്ന ഇടയന്റെ ആഗ്രഹം നീ അനുഗമിക്കണമെന്നാ. പക്ഷെ നിന്നെ വിടത്തില്ലെന്നാ പറയുന്നേ. പേര് ചൊല്ലി പുറത്തു വിളിച്ച, പേര് ചൊല്ലി അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്ന യാക്കോബേ, ദൈവത്തിന്റെ ആഗ്രഹം നീ ദൈവത്തെ അനുഗമിക്കണമെന്നാ. പക്ഷെ വിടത്തില്ലെന്ന വാദം. അഭിഷേകം ചെയ്ത, എന്നെ വെച്ച് അഭിഷേകം ചെയ്ത, കുളിപ്പിച്ച് തുടച്ച് വൃത്തിയാക്കിയ, തീറ്റ തന്ന ഇടയന്റെ ആഗ്രഹം ആടെ നീ കൂട് തുറന്നല്ലോ, നീ അനുഗമിക്കണമെന്നാ. പക്ഷെ വിടത്തില്ല എന്ന വാദം. എവിടെയോ കാലിൽ ചുറ്റിയ ഒരു വള്ളി, കഴുത്തിൽ കുടുങ്ങിയൊരു കയറ്, ഓട്ടത്തിൽ കുടുങ്ങിപ്പോയ വേട്ടക്കാരന്റെ കെണി, എവിടെയോ കുടുങ്ങിപ്പോയൊരവസ്ഥ. എന്ന് ക്രിസ്തു കൂടെ ഉള്ളൊരു മനുഷ്യന്, യേശു കൂടെ ഉള്ളൊരു മനുഷ്യന് എനിക്കറിയാം കേട്ടോ. ഈ ഒറ്റ പോയിന്റിൽ ഇന്നത്തെ ഈ മീറ്റിംഗ് തീരും. ഈ ഒന്നാമത്തെ ഈ മേച്ചൽ കണ്ടെത്തും, നീ മേച്ചൽ കണ്ടെത്തും എന്ന ഒറ്റ പോയിന്റോടെ ഇന്നത്തെ മീറ്റിംഗ് തീരും. വിടുതലും നടക്കും. ഇതിന്റെ കണ്ടിന്യൂഷൻ കർത്താവ് അനുവദിച്ച നാളെ എടുക്കും. ഞാൻ ഇതിന്റെ ടൈറ്റിൽ മാറ്റേണ്ടി വരും. ഇന്നത്തെ മീറ്റിംഗിന്റെ ടൈറ്റിൽ മാറ്റാം. കാരണം ഇത് ഹോളി സ്പിരിറ്റ് ഫിൽഡ് ആയിട്ടുള്ള ഒരു മെസ്സേജാണ്. നിങ്ങളുടെ മക്കളുടെ മേൽ ദൈവവിളിയില്ലാഞ്ഞിട്ടല്ല, പക്ഷെ അവനെ വിടുകയില്ല എന്നുള്ളൊരു വാദം. അവന് വിടുതലില്ലാഞ്ഞിട്ടല്ല, വിടുതൽ തരികയില്ല എന്നുള്ളൊരു പ്രാർത്ഥിക്കാഞ്ഞിട്ടാണോ അമ്മേ? ഫാസ്റ്റ് ചെയ്യാഞ്ഞിട്ടാണോ? വിശ്വസിക്കാഞ്ഞിട്ടാണോ? അവന്റെ തലവേൽ കൈവച്ച് പ്രാർത്ഥിക്കാഞ്ഞിട്ടാണോ? ദൈവദാസന്മാർ വന്ന് പ്രാർത്ഥിക്കാഞ്ഞിട്ടാണോ? പക്ഷേ അതിനെ തടയുന്ന എന്തോന്ന്. ഈ ആടിനും അറിഞ്ഞൂടെ എന്താ പ്രശ്നമെന്ന്. ആട് വലിക്കുക, പക്ഷെ എന്തോ ഒന്ന് പുറകിൽ ഇങ്ങനെ പിടിച്ചേക്കുക. ആ ഹുക്ക്, ആ പാരമ്പര്യത്തിന്റെ കുടുക്ക്, ആ പൈശാചിക കുടുക്ക്, ആ ഇരുട്ടിന്റെ കുടുക്ക്, ആ വാക്കിന്റെ കുടുക്ക് യേശുവിന്റെ നാമത്തിൽ വിളിയുള്ളവന്റെ മേൽ നിന്ന് പൊട്ടും. In the name of Jesus. Hallelujah. അത് പൊട്ടും. കാരണം മുന്നേ നടക്കുന്നത് ആരാന്ന് നോക്കണം. നല്ലൊരു ഇടയൻ അറിയാം എത്ര ആടുകൾ ഇടയന്റെ ദർശനത്തിൽ കൂടെ ഉണ്ടെന്ന്. നല്ലൊരു ഇടയൻ അറിയാം എത്ര ആടുകൾക്ക് ഇടയനോട് സ്നേഹമുണ്ടെന്ന്. നല്ലൊരു ഇടയൻ അറിയാം എത്ര ആടുകളാണ് ഈ ട്രാക്കിൽ വരുന്നതെന്ന്. അതിലൊരെണ്ണം കുറഞ്ഞാലും, ഒരെണ്ണത്തിന് അതിന് സുഖക്കേടുണ്ടെങ്കിലും, ഒരെണ്ണത്തിന് മുടന്തുണ്ടെങ്കിലും, ഒരെണ്ണത്തിന്റെ ശബ്ദത്തിന് ഇടർച്ചയുണ്ടെങ്കിലും ഒരിടയൻ പിടിക്കും, ഒരിടയൻ മനസ്സിലാക്കും. ഹല്ലേലൂയ. അതിന് മുറിവുണ്ടോന്ന് നോക്കും, എണ്ണ വെച്ച് കെട്ടും, വിശ്രമം നൽകും, ശുശ്രൂഷിക്കും.
പൂർവാധികം ശക്തിയുള്ളതാക്കിയെടുക്കും. ആ ഇടയനാ നിന്റെ അടുത്ത് നിൽക്കുന്നേ. നീ ഇടയനെ അനുഗമിച്ചൊരു വ്യക്തിയാ. നീ കർത്താവിൻ്റെ പാതയിൽ നിന്നൊരു മകനാ. നീ ദൈവശബ്ദം കേട്ടൊരു വ്യക്തിയാ. നിനക്കറിയാം ഇടയന്റെ ഇടപെടൽ എങ്ങനാന്ന്. അറിയാം മേച്ചൽ കണ്ടെത്താൻ കൊണ്ടുപോയിട്ടുണ്ടെന്ന്. അറിയാം വിശന്നപ്പം നൽകിയതാന്ന്. അറിയാം കുളിപ്പിച്ചതാന്ന്. അറിയാം എണ്ണ തേച്ചതാന്ന്. അറിയാം ശുശ്രൂഷിച്ചതാന്ന്. പക്ഷേ എവിടെയോ ഇപ്പോഴും പുറകിലേക്ക് വലിക്കുന്നൊരു വലി, നിങ്ങളുടെ പോലും തെറ്റല്ലാത്ത, നിങ്ങളുടെ പോലും വീഴ്ചയല്ലാത്ത, എന്നാൽ നിങ്ങളെ പുറകിലോട്ട് വലിക്കുന്ന, മുന്നോട്ട് വിടുകയില്ലാന്ന് വാദിക്കുന്ന, പ്രയാണത്തെ തടയുന്ന, അനുഗമനത്തെ തടയുന്ന, ദൈവസ്നേഹത്തെ തടയുന്ന, വിടുതലുകളെ തടയുന്ന, അഭിവൃദ്ധിയെയും അനുഗ്രഹങ്ങളെയും തടയുന്ന, ആ വളർച്ച തടയുന്ന ഒരു ഇരുട്ടിന്റെ സ്വാധീന വലയം അത് യേശുവിന്റെ നാമത്തിൽ പൊളിയട്ടെ. നോക്കൂ, ഒരു ഇടയൻ അറിയാം കൊടുക്കുന്ന ഫുഡ് എത്രത്തോളമാണ്. ഇത്രയും ഫുഡ് കൊടുത്താൽ ഇത്ര മാസം കൊണ്ട് എത്ര വലുതാകണം, എത്ര മാംസം വരണം, എത്ര തൂക്കം വരണം, അറിയാം ഒരു ഇടയൻ ഒരു ആടിനെ സംബന്ധിച്ച്. എന്നാൽ കൊടുക്കുന്ന തീറ്റയൊന്നും ശരീരത്തിൽ പിടിക്കാത്തതുപോലെ ശോഷിച്ചു പോകുമ്പോൾ ഒരു ഇടയൻ അറിയാം ഇവന് എന്തോ കാര്യമായി അകത്തു പ്രശ്നമുണ്ട്, അത് പരിഹരിക്കണം. സുഹൃത്തേ, നിങ്ങൾക്കും തരുന്ന ഫുഡിന്, തരുന്ന ദൈവവചനത്തിന് ഒരു പഞ്ഞവുമില്ല. അവിടുന്ന് എല്ലാ തരത്തിലുമുള്ള അനുഗ്രഹങ്ങൾ ഈ തിരുവെഴുത്തിലൂടെ നിങ്ങളുടെ മേൽ പകർന്നുകൊണ്ടേയിരിക്കുന്നു. പക്ഷെ നിന്നെ പുഷ്ടി വെക്കാൻ അനുവദിക്കാതെ നിന്റെ അകത്തുനിന്ന് തന്നെ നിന്നെ കരണ്ട് തിന്നുന്ന എന്തോ ഒന്ന്, നിനക്കൊരു പച്ചയും പുഷ്ടിയും ഉണ്ടെങ്കിൽ ഉടനെ അത് വാർത്ത് കളയുന്ന എന്തോ ഒരു ചോർച്ച, അത് നിങ്ങൾക്ക് പോലും അറിയാതിരിക്കുമ്പോ നിന്നെ പേർ ചൊല്ലി വിളിച്ച നാഥൻ അറിയുന്നു. വാസ്തവത്തിൽ നിന്റെ പ്രശ്നം ശാരീരികമല്ല, മാനസികമല്ല, അത് സ്പിരിച്വൽ ആണ്. ഇന്ന് നിങ്ങളെ ഉപേക്ഷിക്കുന്ന ഒരു കർത്താവിന്റെ ശബ്ദമല്ല കേൾക്കുന്നത്. നിങ്ങളെ മുറിവ് വെച്ച് കെട്ടാൻ പോകുന്ന ഒരു നല്ല ശമരിയാക്കാരന്റെ, മുറിവ് വെച്ച് കെട്ടാൻ പോകുന്ന ഒരു നല്ല വൈദ്യന്റെ ഒരു ശബ്ദമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ പുഷ്ടി വെക്കേണ്ട സമയം കഴിഞ്ഞുവെങ്കിൽ, നിങ്ങൾ അനുഗമിച്ച ദൈവത്തോട് അടുത്തെത്തേണ്ട ഒരു സമയം കഴിഞ്ഞുവെങ്കിൽ, നിങ്ങൾക്ക് മുന്നേറാനുള്ള സമയം കഴിഞ്ഞു എന്ന് തോന്നുന്നെങ്കിൽ, അനുഗ്രഹം പ്രാപിക്കാനുള്ള സമയം കഴിഞ്ഞു എന്ന് തോന്നുന്നെങ്കിൽ, ഇതാ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അടുത്ത് ഇറങ്ങുകയാണ്. നിന്നെ പുറകിലോട്ട് വലിക്കുന്ന ഒരു കയറിൽ നിന്ന് രക്ഷ ചെയ്യുവാൻ, നിങ്ങളുടെ കാലിൽ കുടുങ്ങിയൊരു വള്ളിയിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ, വേട്ടക്കാരന്റെ കെണിയിൽ നിന്ന് നിന്നെ രക്ഷ ചെയ്തെടുക്കുവാൻ, വേട്ടക്കാരൻ വിരിച്ച വലയിൽ നിന്ന് നിന്നെ കണ്ണി മുറിച്ച് പുറത്തെടുക്കുവാൻ ഇന്നൊരു കർത്താവ് ഇറങ്ങി വരികയാണ്. രോഗമാണോ നിന്റെ വലക്കെണി? ശാപമാണോ വലക്കെണി? ബന്ധനങ്ങളാണോ നിങ്ങളുടെ വലക്കെണി? മുമ്പോട്ട് പോകാൻ സമ്മതിക്കാത്തത് ചിന്തകളാണോ, മനോഭാരങ്ങളാണോ, സാമ്പത്തിക ബുദ്ധിമുട്ടുകളാണോ? ആ കയറുകളെയും തടവറകളെയും താമ്രവാതിലുകളെയും തകർക്കുവാൻ, ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിച്ചു കളയുവാൻ അരുമനാഥൻ ഇന്ന് ഈ മീറ്റിംഗിനകത്തുണ്ട്. വിശ്വസിക്കുന്ന ദൈവ മനുഷ്യരെ രക്ഷ ചെയ്യുവാൻ, തലമുറകളുടെ മേൽ പോലും ബാധിച്ചിരിക്കുന്ന ഇരുട്ടിന്റെ സ്വാധീന വലയങ്ങൾ, പുരാതന ശാപങ്ങൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ തകർന്നു തുടങ്ങട്ടെ. എല്ലാ തലമുറകളെയും ബാധിച്ചിരിക്കുന്ന പാരമ്പര്യ ശാപങ്ങൾ ഉൾപ്പെടെ യേശുവിന്റെ നാമത്തിൽ തകരട്ടെ. വ്യക്തികളെ മുൻപോട്ട് പോകാൻ അനുവദിക്കാതെ തടയിടുന്ന ഇരുട്ടിന്റെ സ്വാധീന വലയങ്ങൾ തകരട്ടെ. കമോൺ, എല്ലാ ദൈവമക്കളും ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. എല്ലാ ദൈവമക്കളും ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. ഇന്നൊരു അസാധാരണ ദൈവിക വിടുതൽ ഞാൻ ഇതിനകത്ത് അനുഭവിക്കുന്നു. ഒരു ദൈവിക ശക്തി ഇതിനകത്ത് അനുഭവിക്കുന്നു. ആത്മാവിന്റെ തീ ഇതിനകത്ത് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ദൈവമക്കളെ സ്പർശിക്കുവാൻ, വിശ്വസിക്കുന്ന ദൈവമക്കളെ സ്പർശിക്കുവാൻ കർത്താവിന്റെ കരം ഇതിനകത്ത് ചലിക്കുന്നു. കമോൺ, പുറകിലേക്ക് വലിക്കുന്ന എല്ലാ കുടുക്കുകളും തകർന്നു തുടങ്ങട്ടെ. ജനത്തെ പുറകിലേക്ക് വലിക്കുന്ന എല്ലാ കുടുക്കുകൾ ഇപ്പോൾ തകരട്ടെ. ഈ പ്ലാറ്റ്ഫോമിനെതിരെയുള്ള എല്ലാ ദുഷ്ട ആരോപണങ്ങൾ, ആലോചനകൾ, പൈശാചിക തന്ത്രങ്ങൾ യേശുവിന്റെ നാമത്തിൽ തകർന്നു തുടങ്ങട്ടെ. പ്രാർത്ഥിക്കുക. എന്തോ ഇതിനകത്ത് അസാധാരണമായ ഒരു ദൈവകൃപ ചലിക്കുന്നു. എവിടെയൊക്കെയോ ഒരു ദൈവിക വിടുതൽ ഇതിനകത്ത് സംഭവിക്കുന്നു. കുഞ്ഞേ, നിന്നെ ദൈവം കൊണ്ടുവന്നതാ, നിന്നെ പേർ ചൊല്ലി വിളിച്ചത് കർത്താവാ. നിന്നെ സമാധാനത്തോടെ പറഞ്ഞയപ്പാൻ ഇന്നത്തെ സന്ദേശത്തിന്റെ കാരണക്കാരൻ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നിട്ടു. കൈകൊടുക്ക കർത്താവിന് കൈകൊടുക്ക. അടിയനിതാ എന്ന് പറയ, ഞാനിതാ ഉണ്ടെന്ന് പറയ. എന്നെ എന്തോ പുറകിലേക്ക് വലിക്കുന്നു എന്ന് തുറന്ന് പറയ. എന്നെ മുന്നോട്ട് വിടുന്നില്ല കർത്താവ് എന്ന് പറയ. നിന്റെ ഉള്ളം തുറക്ക. നിന്റെ അടുത്ത് നിൽക്കുന്നത് കള്ളനും കവർച്ചക്കാരനുമല്ല, നിന്നെ പേർ ചൊല്ലി വിളിച്ച കർത്താവത്രേ.
managachasi brigada jaga lamahadu janatara wala mahadasi andara waidabaraga dijanage manarthuna ligada bahadusiyala ribateri andarga shamdene haduna rigal kar. Oh, the power of the glory in the name of Jesus. ഞാൻ കൽപ്പിക്കുന്നു, എല്ലാ തടസ്സങ്ങളും തകരുവാൻ ഞാൻ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. നന്മകളെ തടയുന്നതെല്ലാം, അനുഗ്രഹത്തെ തടയുന്നതെല്ലാം, ഉയർച്ചകളെ തടയുന്നതെല്ലാം, വിടുതലുകളെ തടയുന്നതെല്ലാം, മുന്നേറ്റത്തെ തടയുന്നതെല്ലാം, അഭിവൃദ്ധിയെ തടയുന്നതെല്ലാം, അഭിഷേകത്തെ തടയുന്നതെല്ലാം യേശുവിന്റെ നാമത്തിൽ ബ്രേക്ക് ചെയ്യുന്നു. ഓ, തീ ഇതിനകത്ത് വീഴുന്നു. അസാധാരണമാകുന്നൊരു തീ, അസാധാരണമാകുന്ന ഇതിനകത്ത് വ്യാപരിക്കുന്നു. ആഴമേറിയൊരു തീ, പരിശുദ്ധാത്മാവിന്റെ അഗ്നി ഈ മീറ്റിംഗിനകത്ത് ചലിക്കുന്നു. Come on, take it. Regal temeniam teriam shagaderi bigadaka ram teri bidiga magaduni bidiga daga shamde halam sheram ram teri anteria holy, the power of the Holy Ghost here. ചില ഭവനങ്ങൾക്കകത്തേക്ക് തീ പോലെ കർത്താവിന്റെ സാന്നിധ്യം കത്തുന്നു. ചില വ്യക്തികളിലേക്ക് തീ പോലെ നിന്നെ മുന്നോട്ട് വിടാതെ വണ്ണം മറയിരിക്കുന്ന ഇരുട്ടിന്റെ ശക്തികൾ പുറത്തുവാ. യേശുവിന്റെ നാമത്തിൽ സകല ഭൂതശക്തികളും അശുദ്ധാത്മാവിന്റെ വ്യാപാരങ്ങളും come out in the name of Jesus upon her. Ratonobogoshianteria Rigadabaduri Vidigadaga Shanderi Lamteri Gamaduri Vidigadaga Shera Ramtega Managamaduri Vidigadaga. Oh, ഇതിനകത്ത് ഒരു അഭിവൃദ്ധിയെ ഞാൻ തുറക്കുകയാ, ഒരു നന്മയെ തുറക്കുകയാ, അഭിഷേകത്തെ തുറക്കുകയാ, വിശാലത വരുത്തുകയാ. എല്ലാ നന്മകളും തുറന്ന് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹം തുറന്ന് പ്രാർത്ഥിക്കുന്നു. 4 ദിക്കും യേശുവിന്റെ നാമത്തിൽ തുറന്ന് പ്രാർത്ഥിക്കുന്നു. വിടുതൽ 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 വിടുതൽ. Rita mama shandenene rantenene me katalalala rebotomo sete me kamamaya rebotomo sendene me kamama. Come on, pray. Rapsete moko shete lebrotoko mo sendama reptene makayantara la bokoso. Oh, in the name of Jesus. Agni. ചില ദൈവ മക്കളുടെ മേൽ തീ പോലെ ആ ദൈവ സാന്നിധ്യം വ്യാപരിക്കുന്നു. തീ പോലെ ആ കർത്തൃ സാന്നിധ്യം വ്യാപരിക്കുകയാ. നിന്റെ കയറുകളെ കത്തിച്ചു കളയുന്ന ഒരു തീ, കുടുക്കുകളെ തകർത്ത് ഉരുക്കി കളയുന്ന ഒരു തീ, താമരവാതിലുകളെ തകർക്കുന്ന, ഇരുമ്പോടാമ്പലുകളെ ഖണ്ഡിക്കുന്ന, പുഷ്ടി നിമിത്തം തകർന്നു പോകത്തക്കവണ്ണം അസാധാരണമായ ഒരു പുഷ്ടിയോടെ വെളിപ്പെടുന്ന ദൈവത്തിന്റെ ശക്തി. Rimana kana masia rumana talobo satalaba ti. Oh, Jesus name. യേശുവിനോട് കൂടെ ചേർന്ന് നിൽക്കുന്ന കുഞ്ഞെ, നിന്നെ അവിടുന്ന് തൊടുവാ. ശരമമായ ഹസിയ തരബബ രേഖതലബ ബ്രിഗത ജഗന മഹദ ശബ്ദന റമാന ദീർഘ ചിലരെയൊക്കെ കർത്താവ് ഡീപ്പായി സ്പർശിക്കുന്നു. വളരെ ആഴത്തിൽ പരിശുദ്ധാത്മാവ് ചില ദൈവമക്കളെ തൊടുന്നു. നിന്റെ ഹൃദയത്തെ തൊടുന്നു, മനസ്സിനെ തൊടുന്നു, നിന്റെ ഭാവിയെ തൊടുന്നു. യേശുവേ യേശുവേ വിളിച്ചേ, യേശുവേ എന്നൊന്ന് വിളിച്ചേ, യേശുവേ. വരുന്നു ഞാൻ മുഴുവനാ നിന്റെ സ്നേഹ സന്നിധിയിൽ വരുന്നു ഞാൻ മുഴുവനാ നിന്റെ സ്നേഹ സന്നിധിയിൽ നിന്നെ മുഖാമുഖം കാണുന്ന ആയി
സ്നേഹകരസ്പർശം പിതാവിൻ മഹത്വം നിന്നിടത്തിലല്ലയോ കൂടെ ഞാൻ വന്നോട്ടെ നിന്റെ സ്നേഹ സന്നിധിയിൽ നിന്നെ മുഖാമുഖം കാണുന്ന ഇടം പിരിയാൻ കഴിയുകയില്ല നിൻ സ്നേഹകരസ്പർശം പിരിയാൻ കഴിയുകയില്ല നിൻ സ്നേഹകരസ്പർശം. Lord, in the name of Jesus, my Father, Holy Ose Mama Yahovah Talamaduasi, Abbaye, Abbaye, പരിശുദ്ധനെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളുടെ മധ്യത്തിൽ ഈ നിറഞ്ഞു നിൽക്കുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ഞങ്ങൾ അനുഭവിക്കുന്നത് ദൈവ സന്തോഷമാണ്. ഞങ്ങൾ അനുഭവിക്കുന്നത് ദൈവശക്തിയാണ്. ഞങ്ങൾ അതിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രിയ കർത്താവേ, ഞങ്ങളുടെ മധ്യത്തിൽ നൽകിയ സാന്നിധ്യത്തിന്, അഭിഷേകത്തിന്, കൃപയ്ക്ക്, ബലത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ സാന്നിധ്യം വർദ്ധിക്കട്ടെ. ഇന്ന് അനുഭവിച്ച സാന്നിധ്യത്തിൽ ഒരു നെല്ലിട പോലും കുറവ് വരുത്തുവാൻ ഷാജേ നിനക്കൊരു അവകാശവുമില്ല. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ രക്തം കൊണ്ട് ഈ പ്ലാറ്റ്ഫോമിനെ ഞാൻ മുദ്ര ചെയ്ത് മാറ്റുകയാ, വേർതിരിക്കുകയാ. നിനക്കുള്ള ഇടമല്ലിത്. ദൈവശക്തി കൊണ്ട് നിറഞ്ഞിരിക്കട്ടെ ഈ പ്ലാറ്റ്ഫോം. അഭിഷേകത്തിന് വർധനവ് വരട്ടെ, കൃപയുടെ വർധനവ് വരട്ടെ, ആത്മസാന്നിധ്യം വർദ്ധിക്കട്ടെ. കടന്നു വന്ന് ഈ ശുശ്രൂഷയിൽ അറ്റൻഡ് ചെയ്ത ഓരോ ജനത്തെയും കർത്താവ് യേശുവിലും യൂട്യൂബിലുമുള്ള ഓരോ ദൈവമക്കളെയും ഞാൻ യേശു കർത്താവിൻ്റെ നാമം ചൊല്ലി അനുഗ്രഹിക്കുന്നു. ഇതൊരു അനുഗ്രഹമായിരിക്കും, ഇതൊരു വിടുതലായിരിക്കട്ടെ, ഇതൊരു ശക്തിയായിരിക്കട്ടെ, ഇതൊരു ആശീർവാദമായിരിക്കട്ടെ. ഇവരുടെ എല്ലാ ദുരന്തങ്ങളും ദുഃഖങ്ങളും, എല്ലാ കണ്ണുനീരും മുറവിളിയും, എല്ലാ വൈയായികകളും, എല്ലാ അസുഖവും അസ്വസ്ഥതയും, എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഞെരുക്കങ്ങളും ഇടുക്കങ്ങളും അവഗണനകളും യേശുവിന്റെ നാമത്തിൽ നീങ്ങട്ടെ. വഴികൾ തുറക്കട്ടെ. എന്റെ യേശു ഉണ്ട് എന്ന് തിരിച്ചറിയത്തക്കവണ്ണം അത്ഭുതങ്ങൾ നടക്കട്ടെ, അടയാളങ്ങൾ വെളിപ്പെടട്ടെ, ദൈവ പ്രവർത്തികൾ ഉണ്ടാകട്ടെ, ഉളവായി വരട്ടെ. ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന കർത്താവിന്റെ ശക്തിയും ഭുജവും ഇതിന്റെ മധ്യത്തിൽ പ്രവർത്തിക്കട്ടെ. സകലതും യേശുക്രിസ്തുവിൻ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ അർപ്പിക്കുന്നു. അതിന് യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ചേർന്ന് പറയാം ആമേൻ. ഒരിക്കൽ കൂടെ ആമേൻ. ദൈവം നിങ്ങൾക്ക് ചെയ്ത വലിയ കാര്യങ്ങൾ,
ഞങ്ങൾക്കറിയുവാൻ വളരെ താല്പര്യമുണ്ട്. ഇതാണ് ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ. ഇന്നത്തെ മീറ്റിങ്ങിൽ ഡെലിവറൻസുകൾ നടന്നിട്ടുണ്ട്, ഇരുട്ടിൻ്റെ ശക്തികൾ പുറത്തു വന്നിട്ടുണ്ട്, രോഗങ്ങൾ സൗഖ്യമായിട്ടുണ്ട്, പരിശുദ്ധാത്മാവ് വന്ന് നിറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇന്നത്തെ മീറ്റിങ്ങിൽ നടന്നിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞാലേ ഞങ്ങൾക്കറിയാവുള്ളൂ. ഇത് ചർച്ച ആണെങ്കിൽ ഞങ്ങൾക്കത് അസസ് ചെയ്യാം, എന്നാൽ ഓൺലൈൻ ആകുമ്പോൾ നിങ്ങൾ പറഞ്ഞാലേ ഞങ്ങൾക്ക് അറിയത്തുള്ളൂ. നിങ്ങൾ ഈ വാട്സപ്പ് നമ്പറിൽ ചുരുക്കമായി നിങ്ങൾക്കുണ്ടായ അനുഭവം മാത്രം ചെറിയ ഒരു വോയിസ് സന്ദേശമായിട്ടോ അല്ലെങ്കിൽ ഒരു ചെറിയ മെസ്സേജായിട്ടോ നിങ്ങൾ അയച്ചാൽ ഞങ്ങൾക്ക് കേൾക്കാൻ എളുപ്പമാണ്, ഞങ്ങൾക്ക് കേൾക്കുന്നത് ഇഷ്ടമാണ്. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും ചുരുക്കം വാക്കിൽ 1 മിനിറ്റോ 1.5 മിനിറ്റിന് താഴെയുള്ളൊരു വോയിസായോ മാത്രം നിങ്ങളിതിലേക്ക് അയച്ചാൽ ഞങ്ങൾക്ക് എല്ലാവരുടെ മെസ്സേജും കേൾക്കാൻ അത് സൗകര്യമായിരിക്കും. എല്ലാ ദിവസവും രാവിലെ 6:30 മണിക്കും വൈകുന്നേരം 6:30 മണിക്കും തുടർമാനമായി നടക്കുന്ന ഒരു ഓൺലൈൻ മീറ്റിംഗ് ആണിത്. നിങ്ങളിൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താട്ടെ. അപ്പോൾ തന്നെ ഈ സന്ദേശവും കൂടെ നിങ്ങളൊരു ലൈക്ക് കൊടുത്താട്ടെ. നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഈ സന്ദേശം മറ്റു വ്യക്തികൾക്ക് കൂടെ നിങ്ങൾ ഫോർവേഡ് ചെയ്താട്ടെ. അങ്ങനെ ഭൂമി മുഴുവനും ദൈവത്തിൻ്റെ മഹത്വം കൊണ്ട് നിറയട്ടെ. കർത്താവ് നമ്മളെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. അടുത്ത ദിവസം കാണാം. അതുവരെ അത്യുന്നതൻ്റെ ചിറകിൻ്റെ കീഴിൽ കർത്താവ് നമ്മെ സൂക്ഷിക്കട്ടെ. ഗോഡ് ബി വിത്ത് യു.